സ്റ്റാർട്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ബിഗ് ബോസ് റിവ്യൂ അഗെയിൻ. ഞാനിന്ന് പറയാൻ പോകുന്നത് ജിൻഡോ എന്ന മസിൽ മാനായ മല്ലയ്യയുടെ നല്ല ഒരു സൂപ്പർ ഹീറോ, നമ്മുടെ ബിഗ് ബോസിന്റെ സൂപ്പർ ഹീറോ ആയിട്ട് ഞാൻ ജിൻഡോയെ തന്നെ തിരഞ്ഞെടുക്കുകയാണ്. സോ അതിനു മുമ്പ് നിങ്ങൾ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ജയിലിലുള്ള പൊരിഞ്ഞ അടിയാണ് ഗൈസ്. കിടക്കാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ അടിയാണ്. അതിന്റെ വീഡിയോ ഒന്നെങ്കിൽ ഇങ്ങോട്ട് കിടക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് കിടക്ക്. കൊണ്ട് കിടന്നുറങ്ങാനല്ല ജയില് ക്രോസ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾ രണ്ടുപേർക്കും AC കിട്ടും. അവിടെ കിടക്കാം, അവിടെ കിടന്നോട്ടെ. അവൾക്ക് AC കിട്ടുന്നത് പ്രശ്നമല്ല. എന്റെ ബെഡ് ഇവിടെ ഇട്ടായിരുന്നു, അവളുടെ ബെഡ് അവിടെ ഇട്ട് അവൾ കിടക്കാൻ പറ്റി കിടന്നാൽ മതി. തലയിൽ മാത്രമേ കിടന്നുള്ളൂ. അവിടെ പോയി കിടക്ക്, അവിടെ പോയി കിടക്ക്. എനിക്ക് കിടക്കാൻ കൊണ്ട് ഇനി ഇരിക്കാൻ പോലും സമ്മതിക്കില്ല. എല്ലാരും വീഡിയോ കണ്ടില്ലേ? ജിൻഡോ എത്ര ബ്രില്യന്റ് ആണ് ഈ കാര്യങ്ങൾക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് വീക്കില് ജാസ്മിൻ ജയിലിലായപ്പോ, നോറയുടെ കൂടെ ജയിലിലായിരുന്ന സമയത്ത് റൂമിൽ നിന്നും ഗബ്രി ഹായ് കാണിച്ച് ജാസ്മിൻ ഇങ്ങനെ നോക്കിയിരുന്ന കുറച്ച് സീനുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബിഗ് ബോസ് കാണുന്നവർക്ക് കത്തും കലങ്ങും, അല്ലാത്തവർക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. സോ അത് ജിൻഡപ്പൻ അന്ന് ക്യാപ്റ്റൻ ആയിരുന്നു. അത് അയാൾ നോട്ട് ചെയ്ത് കണ്ടതിന് ശേഷം അയാളുടെ വെൽ പ്ലാൻഡ് ആയിട്ടാണ് അയാൾ എന്ത് ചെയ്ത് അതേ സ്പോട്ടിൽ പോയിട്ട് കിടന്നു. ഞാൻ ഇവിടെ കിടന്നുറങ്ങുള്ളൂ, എനിക്ക് ഇവിടെ ഉറങ്ങിയാൽ മതി, നിങ്ങളുടെ ഉടായ്പ് ഊളത്തരങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വെച്ചോ, ഇവിടെ കൊണ്ടിറക്കണ്ട, ഇവിടെ ഞാൻ തന്നെയാണ് ഹീറോ എന്നാണ് ജിൻഡപ്പൻ പറഞ്ഞിരിക്കുന്നത്. ജിൻഡോ പൊട്ടനല്ല, സമർത്ഥനായ ബുദ്ധിമാനായ ഒരു കിടുക്കാച്ചി പ്ലെയർ ആണ് എന്ന് ഞാൻ പറയും. അവിടെ അയാൾ ആദ്യ വീക്കിൽ വന്ന് കാണിച്ച സമയത്ത് ഞാൻ പോലും അതിശയപ്പെട്ടു, ഇയാൾ എന്താ ഇങ്ങനെ. പക്ഷെ ഓരോ ആഴ്ച കഴിയുമ്പോഴും ജിൻഡോയുടെ പ്രോഗ്രസ് ആക്ച്വലി ഇങ്ങനെ കയറി പോവാണ്. കാരണം അയാൾ ഗെയിമിനെ കറക്റ്റായിട്ട് പഠിച്ചു വന്നിരിക്കുക. എന്താ കാരണം? ആരുടെ ശിഷ്യനാണ് മൂപ്പര്? എന്താണ്, നമ്മുടെ രജത് കുമാറിന്റെ ശിഷ്യനാണ് മൂപ്പര്. അന്നേ രജത് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനെ ജിൻഡോനോട് കളിക്കണ്ട, ജിൻഡോ കളിച്ച നല്ല ഇടി കിട്ടിട്ടോന്ന്. ഇടിയൊന്നും ഇല്ലെങ്കിലും മൂപ്പര് 1.5 പ്ലേ ആണ് അവിടെ എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കിടിലനാണ്. എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലാവും, അടിപൊളിയായിട്ട് ജിൻഡോ ജാസ്മിനെ തേച്ച് കൊടുത്ത് പോയിട്ടുണ്ട്. സോ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, നല്ല കിടിലായിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ കണ്ടാലേ ഞാൻ പറയുന്ന കണ്ടന്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ അത് കാണാത്തവർക്ക് ചിലപ്പോൾ കലങ്ങില്ല. അപ്പൊ ആ വീഡിയോ കണ്ടവർക്ക് ഇത് കലങ്ങുള്ളൂ, അല്ലാത്തവർക്ക് ഇത് കലങ്ങില്ല. കാരണം ഈ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ വീണ്ടും ഇട്ടിട്ടുങ്ങളെ ഞാൻ വീണ്ടും വെറുപ്പിക്കുന്നില്ല. കാണാത്തവർ ആ ആഴ്ചത്തെ വീഡിയോ പോയി കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ ജയിലിൽ പോയപ്പോ ഗബ്രി കാണിക്കുന്ന കോമാളിത്തരങ്ങൾ പോയി കണ്ടാൽ മതി കേട്ടോ. ലാസ്റ്റ് വീക്കില് ലാലേട്ടൻ വരുന്നതിന്റെ തൊട്ട് മുന്നത്തെ എപ്പിസോഡിന്റെ കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത വീട്ടിൽ നടന്നിരിക്കുന്ന ജാസ്മിനും അൻസിബയും തമ്മിലുള്ള പരിപാടിയായിരുന്നു. ജാസ്മിൻ അൻസിബിനും രാവിലെ തൊട്ട് പ്രൊമോ ഇറങ്ങി നിങ്ങളെല്ലാരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞാൻ പറയണ, അൻസിബ ട്രൈ ചെയ്യുന്നുണ്ട് തിരിച്ചു വരാനായിട്ട്. നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആകെ ടാർഗറ്റ് ചെയ്യാൻ അവിടെ ജാസ്മിൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ചെറിയൊരു സീനുണ്ട്. കാരണം വേറെ രീതിയിലൊന്നും അവൾ കയറി പിടിക്കുന്നില്ല. ആകെ എന്തെങ്കിലും ഇഷ്യൂ, ജാസ്മിന്റെ ഇഷ്യൂ, ഗബ്രിയുടെ ഇഷ്യൂ, ഈ രണ്ട് കാര്യത്തിൽ മാത്രമാണ് അവർ കയറി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു തേർഡ്, അങ്ങനെ എന്താ പറയാ, ഞാനത് ഒരുമാതിരി വൃത്തികെട്ട അടിയായി പോയി. കാരണം ഫുഡൊക്കെ ചോദിക്കുമ്പോൾ മാക്സിമം സഹായിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ എപ്പോഴും ഈ ഒരു ബിഗ് ബോസ് ടീമിനെ കുറിച്ച് പറയുന്നത്. ഒരു ഐക്യമില്ല. ഗെയിം പ്ലാൻ ആണെങ്കിൽ പോലും ഒരു 50 ദിവസം മുതൽ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് തമ്മിലൊരു ചെറിയ ബോണ്ട്, ഒരു മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന ഒരു ബോണ്ട് ഉണ്ടാവും, അതില്ല. അല്ല, അൻസിബ ഗബ്രിയോട് പറഞ്ഞൊരു ചോദ്യം, കണ്ടോളിൽ ജയിലിൽ പോയതിന്റെ പേരിൽ എന്റെ മേക്കെട്ട് നീ കയറാൻ വേണം. അതൊരു 1.5 ഡയലോഗായിരുന്നു, മാസ ഡയലോഗായിരുന്നു. അപ്പോൾ അതൊരു അടിപൊളിയായി ഗബ്രിക്ക് ശരിക്കും കൊള്ളു ചെയ്ത് വീട്ടിലുള്ളവർ പലരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ അവർ വയ്യ എനിക്ക് ഫുഡ് തരണം എന്ന് പറഞ്ഞത്. പണ്ട് മുതൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഗബ്രിക്ക് സ്റ്റൊമക്ക് ഇഷ്യൂ ഉണ്ടെന്നോ യൂറിൻ പ്രോബ്ലംസ് ഉണ്ടെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. കാരണം വെറുതെ അവന്റെ കാര്യങ്ങൾ പറയാൻ പൊതുവെ എനിക്ക് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഈ ഒരു ഡ്രാമാറ്റിക് രീതിയിലുള്ള കാര്യങ്ങൾ റിവ്യൂ ചെയ്ത് ഞാൻ മടുത്തു. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. സോ നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ജിൻഡപ്പനാണ്. മല്ലയ്യ അടിപൊളിയായത്. അതുപോലെ ദിലീപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വന്നു. ദിലീപേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, പൊളിയായിരുന്നു. പവി കെയർടേക്കറിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ദിലീപേട്ടൻ വന്നു. അടിപൊളി. ദിലീപേട്ടൻ പൊതുവെ വന്നാൽ തന്നെ എല്ലാ സദസ്സിനും വന്ന അടിപൊളി കോമഡിയൊക്കെ വരും. അതിലും ജിൻഡപ്പൻ സ്കോർ ചെയ്തു എന്നുള്ളതാണ്. ജിൻഡപ്പൻ മൈക്ക് എടുത്ത സമയത്ത് എല്ലാവരും ഭയങ്കരമായിട്ട് ജിൻഡപ്പനെ മോശമാക്കി ചിരിച്ചിട്ടുണ്ടായിരുന്നു ഒരു സിറ്റുവേഷനിൽ. ജിൻഡപ്പൻ എന്താ ചോദിക്കുക, അയാൾക്ക് എന്ത് മണ്ണനല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ജിൻഡപ്പൻ ചോദിച്ചു, ദിലീപേട്ടാ ഞാൻ നിങ്ങളെ പോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വന്ന സിനിമയിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് വന്നത്, സോ എനിക്കും അങ്ങനെ വരണം എന്ന് ആഗ്രഹമുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്ത് ദിലീപ് തിരിച്ചു ചോദിക്കുന്നത്, ഓ അതുകൊണ്ടാണല്ലേ നീ അപ്സര എടുത്ത് പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് വരുന്നത് എന്ന് ദിലീപേട്ടൻ ചോദിച്ചപ്പോൾ, അതെ എനിക്ക് ഗുരു ശിഷ്യ ബന്ധമാണ് അവളായിട്ട്, ഞങ്ങൾ തമ്മിൽ അടിയൊക്കെ ഉണ്ടാകുമെങ്കിലും ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു
എന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡോ എന്ത് ചെയ്തു, നേരെ ദിലീപേട്ടനെ കയ്യിലെടുത്തു. ഞങ്ങൾ ഒരു നാട്ടുകാരാണ് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് ക്വസ്റ്റ്യൻസ് അടിപൊളിയായിട്ട് വിട്ടു. അത് കഴിഞ്ഞ ശേഷം പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാധിക ശരത് കുമാറിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ തമ്മിലുള്ള കോംബോ അടിപൊളിയാണല്ലോ, അത് ഈ പടത്തിലും വർക്കൗട്ട് ആവോ എന്നുള്ളൊരു വളരെ മനോഹരമായ ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഈസ് എ ബ്രില്യൻ മാൻ. അയാൾക്ക് എവിടെ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ കഴിഞ്ഞതിന്റെ ഒരു 4 ദിവസം മുന്നത്തെ വീഡിയോയില് ഞാൻ ജിന്നോനെ കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്ന സന്തോഷ് പണ്ഡിറ്റാണ്. റീസെന്റ് ആയിട്ട് പോലും സന്തോഷ് പണ്ഡിറ്റും മേജർ രവിയും തമ്മിലൊരു ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ മേജർ രവിയോട് സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അത് ഇതിന്റെ ഇടയിൽ ഞാൻ പറയില്ല, ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു ക്ലൂ ഇട്ടുതരാം ജിൻഡോന്റെ ബ്രില്യൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. അല്ല സാർ, നിങ്ങളുടെ പടങ്ങളെല്ലാം വിജയിച്ചിട്ടില്ലല്ലോ, 2 പടങ്ങളല്ലേ വിജയിച്ചുള്ളൂ, ബാക്കിയെല്ലാം ഫ്ലോപ്പ് അല്ലേ എന്ന് സന്തോഷ് പണ്ഡിറ്റ് ചോദിച്ചു. അതെന്തുകൊണ്ടാണ്, നിങ്ങൾ മണ്ടനായതുകൊണ്ടാണോ എന്നൊരു ചോദ്യം സന്തോഷ് പണ്ഡിറ്റ് മേജർ രവിയോട് ചോദിച്ചു. മേജർ രവി ആയ സിബിട്ടു. അതേപോലെ തന്നെയാണ് ഞാൻ ജിൻഡോന്റെ കാര്യം പറയുന്നത്. ജിൻഡോ പ്രോഗ്രസ് ആയി വന്നിട്ട് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയി മാറിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു മിക്കവാറും ജിൻഡോ കപ്പ് തൂക്കാനുള്ള, ഇങ്ങനെ പോവുകയാണെങ്കിൽ ജിൻഡോ കപ്പ് തൂക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഏഷ്യാനെറ്റ് ജാസ്മിനെ വാവയായിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം കേട്ടോ. ജാസ്മിനെ വാവയായിട്ട് കണ്ടിട്ട് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്ന കളി. പക്ഷെ ജിൻഡോനെ എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഈ കളി മാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏഷ്യാനെറ്റിന്റെ ഊളത്തരങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ വീണ്ടും പറയേണ്ടി വരും. സോ ഗൈസ്, ഇതാണ് ജിൻഡോ പവറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ജിൻഡോയുടെ ബ്രില്യൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാരണം വേറെ വാഴകളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ. അതുകൊണ്ടാണ് ഞാൻ ജിൻഡോയുടെ ബ്രില്യൻസിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോ ജയ് മല്ലയ്യ.